പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ ഭാരത വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം കടുക്കുന്നു. രാഹുൽ രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നാണ് പൊതുവിൽ ഉയർന്ന ആവശ്യം. അമേരിക്കയിൽ ടെക്സാസ് സർവകലാശാലയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു രാഹുൽ ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ട് ചൈനയെ പുകഴ്ത്തിക്കൊണ്ടും സംസാരിച്ചത്. രാഹുലിന്റെ ചൈനയോടുള്ള സ്നേഹം ഇത് ആദ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് BJP. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടുകയും ഒപ്പം ചൈനയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങളാണ് ഈ ടെക്സാസ് സർവകലാശാല വിദ്യാർത്ഥികളോട് സംവദിക്കവേ പ്രതിപക്ഷ നേതാവിൻ്റെ രാഹുലിൻ്റെ ഭാഗത്തിനുമുണ്ടായത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ് രാഹുൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ ഉയരുന്നത്. പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങാൻ തന്നെയാണോ BJPയുടെ തീരുമാനവും? നന്ദൻ, കേൾക്കാമെങ്കിൽ വലിയ പ്രതിഷേധം തന്നെയാണ് വരുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണോ BJPയുടെ തീരുമാനം? സുരേഷ്, ഇന്നലെ ടെക്സാസ് സർവകലാശാലയിൽ അവിടെ രാഹുൽ നടത്തിയ പരാമർശം അത് ഇതിനോടകം തന്നെ വലിയ വിവാദമായി. ഭാരതത്തെ ഇകഴ്ത്തുകയും ചൈനയെ പുകഴ്ത്തുന്ന പരാമർശം ഇതാദ്യമല്ല രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. മുൻപ് 2023 സമാനമായ രീതിയിൽ അമേരിക്കയിലെ മറ്റൊരു സർവകലാശാലയിൽ രാഹുൽ ഇതേപോലെ തന്നെ ഭാരതത്തെ ഇകഴ്ത്തി സംസാരിക്കുകയും ചൈനയെ പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവാണിപ്പോൾ രാഹുലിൻ്റെ മുമ്പിൽ വ്യക്തമായ കണക്കുകളുണ്ട്. ഭാരതം ഏതൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു, ഏതളവിൽ ഭാരതം എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായ കണക്കുകൾ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിൻ്റെ പക്കലുണ്ട്. എന്നാൽ ഈ കണക്കുകളൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കണക്കുകളൊക്കെ തന്നെ പുകമറയിൽ നിർത്തിക്കൊണ്ട് തന്നെ ചൈനയെ പുകഴ്ത്തുകയായിരുന്നു അവിടെ രാഹുൽ ചെയ്തത്. GDP റേറ്റ് നമുക്കറിയാം ചൈനയുടെ ഇടിഞ്ഞു വരുന്ന സാഹചര്യമാണ്. 4.7 മാത്രമാണ് ചൈനയുടെ GDP റേറ്റ്. അതേസമയം ഭാരതം 6.7 എന്നുള്ള നേട്ടം കൈവരിച്ചു. എല്ലാ അർത്ഥത്തിലും ഭാരതം പുരോഗമന പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൈന വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു, തൊഴിലാളികൾ സമരത്തിലേക്ക് കടക്കുന്നു. ഇത്തരം വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. മാത്രമല്ല, വിദേശ നിക്ഷേപം കൂടുതലായി ചൈനയിൽ നിന്നും പിൻവലിച്ച് കൂടുതൽ ഭാരതത്തിലേക്ക് നിക്ഷേപിക്കുവാൻ വിദേശ കമ്പനികൾ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭാരതത്തെ ഇകഴ്ത്തുന്ന ഒരു പരാമർശം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഭാരതത്തിലേക്ക് വരാനിരിക്കുന്ന വലിയ നിക്ഷേപ സാധ്യതകൾക്ക് ഒരു തടയിടുക കൂടിയായിരുന്നു രാഹുലിൻ്റെ പരാമർശം എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല, ഇതിനെല്ലാം ഉപരി ഭാരതത്തിൻ്റെ ദൈവിക സങ്കല്പങ്ങളെ തന്നെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ രാഹുൽ അവിടെ സംഭാഷണം നടത്തി. ഇതിനെല്ലാം ഉപരി RSS എന്ന പ്രസ്ഥാനം അത് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ള കാര്യമാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം നമുക്കറിയാം ഭാരതത്തിൻ്റെ രാഷ്ട്രപതി അവർ ഒരു വനിതയാണ്, ഗോത്രവർഗത്തിൽ നിന്നുമുള്ള ഒരു വനിതയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ നിലനിൽക്കുന്നു. ഉജ്ജ്വൽ യോജനയടക്കമുള്ള പദ്ധതികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുത്തലാഖ് അടക്കമുള്ള നിരോധനം, അതേപോലെ തന്നെ സ്ത്രീകൾക്കായി മറ്റ് അനവധി പദ്ധതികൾ. ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ ശൗചാലയങ്ങൾ പണിഞ്ഞു നൽകിക്കൊണ്ട് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ RSS സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള പ്രസ്താവന രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെല്ലാം ഉപരി ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വിഭജിക്കുക എന്നുള്ള ഹിഡൻ അജണ്ട നടപ്പാക്കുവാനുള്ള ശ്രമവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും രാഹുലിന് ഇന്നും അമേരിക്കയിൽ മറ്റു പരിപാടികൾ കൂടിയുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പരാമർശം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.